നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിന്റെ പ്രത്യേക എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക എപ്പിസോഡാണ് ഇത്. നവകേരള മിഷൻ എന്ന ഒറ്റ കുടക്കീഴിൽ എത്രയധികം പ്രോജക്റ്റുകളാണ്, പദ്ധതികളാണ് ഈ സർക്കാർ കഴിഞ്ഞ 2 വർഷമായി നടപ്പിലാക്കി വരുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം, ഹരിത കേരളം, ലൈഫ് തുടങ്ങി വിവിധങ്ങളായ മിഷനുകൾ ഒറ്റ കുടക്കീഴിൽ പ്രവർത്തിക്കുന്നു. വാർഡ് തലത്തിൽ തുടങ്ങി എല്ലാ തലങ്ങളിലും വളരെ സമഗ്രമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ അവലോകനമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ നാം മുന്നോട്ടിന്റെ ഈ സംവാദ വേദിയിലേക്ക്. ബഹുമാനപ്പെട്ട CM, സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക എപ്പിസോഡാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറിയും കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഡോക്ടർ KM എബ്രഹാം, മുൻ ചീഫ് സെക്രട്ടറിയും കേന്ദ്രത്തിലും കേരളത്തിലും പ്രധാന നിരവധി ചുമതലകൾ വഹിച്ചിരുന്നതുമായ ഡോക്ടർ K ജയകുമാർ, വിവരസാങ്കേതിക രംഗത്തെ വിദഗ്ധൻ ശ്രീ G വിജയരാഘവൻ, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, പ്രശസ്ത ന്യൂറോളജിസ്റ്റും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗവുമായ ഡോക്ടർ റാണി നായർ, ചലച്ചിത്ര താരവും അധ്യാപികയുമായിരുന്ന രചന നാരായണൻകുട്ടി എന്നിവരാണ്. പൊതുജന ആരോഗ്യം PHSCകളിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കിയപ്പോൾ OP 6 മണി വരെയായി. ഇതുപോലെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മളുടെ OP കൗണ്ടറുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നു. അതുപോലെ അനേകം മാറ്റങ്ങൾ, സ്പെഷ്യലൈസേഷൻ ജനറൽ ആശുപത്രിയിലും ജില്ലാശുപത്രിയിലൊക്കെ വരുന്നു. സർക്കാരിന്റെ അടുത്ത 3 വർഷത്തെ ഫോക്കസ് എന്തായിരിക്കും? ഈ ആർദ്രം മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും പ്രത്യേകം ഡോക്ടറുടെ ശ്രദ്ധ കിട്ടുക എന്നുള്ളതാണ്. അതാണ് ഫാമിലി ഡോക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഫാമിലിക്കൊരു ഡോക്ടർ എന്ന തരത്തിലേക്ക് എത്തുക എന്നാണ്. പക്ഷെ അതിപ്പോൾ പ്രായോഗികമല്ല. ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് അവിടത്തേക്ക് എത്താൻ കഴിയില്ല. കാരണം ഡോക്ടർമാരുടെ എണ്ണവും നല്ലതുപോലെ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ആദ്യത്തെ പടി എന്ന നിലക്കാണ് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിനെ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി മാറ്റുന്ന നിലയെടുത്തത്. അവിടെ ഈ പറഞ്ഞതുപോലെ 6 മണി വരെ ഉള്ള ഡ്യൂട്ടിയും ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം ആവശ്യമായ മറ്റ് സ്റ്റാഫിൻ്റെ എണ്ണവും വർദ്ധിപ്പിച്ച് ലാബ് സൗകര്യവും മറ്റും ഒരുക്കി ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ മുഖം തന്നെ മാറുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ സ്വീകരിക്കപ്പെടും. ഈ കാലയളവിൽ ഇത് പൂർണ്ണമാക്കുകയാണ് ചെയ്യുക. ഇത് എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളും ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കുന്ന നടപടികളിലേക്ക് ഇനിയുള്ള വർഷങ്ങളിൽ നീങ്ങും. ഈ വർഷം നല്ല വേഗതയിൽ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഇവയെല്ലാം വലിയ തോതിൽ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജ് ആശുപത്രികളുമൊക്കെ നല്ല നിലക്ക് രോഗികളുടെ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. അതിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഈ OP സൗകര്യം വർദ്ധിപ്പിക്കാൻ, ആളുകൾ പോയി പുലർച്ചെ പോയി ക്യൂ നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഒക്കെയുള്ള ഇപ്പോഴത്തെ നല്ല സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ടാറ്റ കൺസൾട്ടൻസിയെ പോലുള്ളവരുടെ സേവനമടക്കം അതിന് ഉപയോഗിക്കുകയാണ്. അത് നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയും. അതോടൊപ്പം ആവശ്യമായ സൗകര്യങ്ങൾ ജില്ലാ ആശുപത്രികളിൽ ഒരുക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് പറഞ്ഞു, പാലക്കാട് വെച്ച് അദ്ദേഹത്തിന് ഹാർട്ടിന് ചെറിയ പ്രശ്നം വന്നു. ജില്ലാ ആശുപത്രിയിലാണ് അവിടെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ കാത്ത് ലാബ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ജില്ലാ ആശുപത്രികളിലും മറ്റും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ എണ്ണവും സ്റ്റാഫിൻ്റെ എണ്ണവും എല്ലാ സമയത്തും മരുന്ന് ലഭ്യമാക്കലും എല്ലാം ആശുപത്രികളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. നല്ല ഇടപെടൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഈ ആർദ്രം മിഷൻ ഫലപ്രദമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡോക്ടർ KM എബ്രഹാം, PHSCകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നു. ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നു. വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടക്കുന്നത്. എന്താണ് ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ? അപ്പോൾ നമുക്കിപ്പം പല ഇൻഡിക്കേറ്റേഴ്സും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച്
ശിശുമരണ നിരക്ക്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇവയൊക്കെ ഇന്ത്യയുടെ ഏറ്റവും മുകളിലാണ് എത്തി നിൽക്കുകയാണ് കുറേ വർഷമായിട്ട്. ഇനിയിപ്പം നമ്മളും ഗ്ലോബലായിട്ടുള്ള സ്റ്റാൻഡേർഡ്സും തമ്മിലുള്ള ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇപ്പം 10ഓളം നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു 6-5 വരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളോട് കിടപിടിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ളൊരു മാറ്റമാണ്. ലൈഫ് എക്സ്പെക്റ്റൻസി ആണെങ്കിലും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിലും എല്ലാം ആ ചെറിയൊരു വിടവ് മാത്രമേ ഉള്ളൂ. അതൊന്ന് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ കഴിയും. അതിൻ്റെ ഒരു അടിസ്ഥാനം ഇടുന്നത് ഈ ആർദ്രം മിഷനിലാണ്. ഇന്നിപ്പം ഹോസ്പിറ്റലൈസേഷൻ്റെ ഇതൊരു പ്രസക്തമായ കാര്യമാണ്. 76% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ആയിട്ട് പോവുകയാണ്. അതാണ് ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ ഘടകം. അപ്പോൾ അതിന് ഒരു വലിയ പരിഹാരമാണ് ഈ ആർദ്രം മിഷൻ. അതിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു വലിയ പരിധി വരെ ഈ കിഫ്ബി വഴിയും കൂടെ മീറ്റ് ചെയ്യാൻ കഴിയും. ഡോക്ടർ റാണി, ഇപ്പോൾ ഈ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഭീതിയിൽ നിന്ന് സംസ്ഥാനം ഒഴിഞ്ഞൊരു സാഹചര്യം, നിപ വൈറസ് ബാധ വളരെ കാര്യക്ഷമമായി രാജ്യാന്തര തലത്തിൽ തന്നെ സംസ്ഥാനം അംഗീകരിക്കപ്പെട്ടിരുന്നു. കാരണം ആദ്യം ഇത് ഡിറ്റക്ട് ചെയ്യപ്പെടുകയും ഇതിനെ പടരുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു എന്നുള്ളത്. അപ്പോൾ ആർദ്രം മിഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ആരോഗ്യരംഗത്തുള്ള പ്രവർത്തനങ്ങളെ ഡോക്ടർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതായത് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിനെ ഫാമിലി വെൽഫെയർ സെൻറ്റേഴ്സാക്കി കൺവേർട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ ആദ്യം അനുവദിച്ചു. അതായത് ഓരോ സെൻറ്ററിലും 3 ഡോക്ടർമാർ, 4 നഴ്സുമാർ, ഇതിനോടനുബന്ധിച്ചുള്ള പാരാമെഡിക്കൽ ഉദ്യോഗസ്ഥന്മാർ, ലാബ് ടെക്നീഷ്യന്മാർ, ഇവരെല്ലാം പ്രൊവൈഡ് ചെയ്തു. ഇതുവഴി 24 hours പേഷ്യൻ്റ് കെയർ, സമഗ്രമായ ചികിത്സ കിട്ടും എന്നുള്ളത് ഉറപ്പാക്കി. പിന്നീട് ഓരോ പഞ്ചായത്തിലും ഇതുപോലെ ഒരു സ്ഥാപനം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി 100 പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും അധികം ആളുകളെ മുഷിപ്പിക്കുന്നത് ലോങ് ക്യൂ ആണ്, വെയിറ്റിങ്ങിൻ്റെ. ഒ പിയിലെയും ഡോക്ടറെ കാണുന്നതിനും ടിക്കറ്റ് എടുക്കാൻ പോലും ഇപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഓൺലൈൻ രജിസ്ട്രേഷൻ സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഓരോ വിദഗ്ധൻ്റെയും മുറിയുടെ മുമ്പിൽ ഇലക്ട്രോണിക് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടോക്കൺ, ഏത് ടോക്കൺ നമ്പറാണ് അകത്ത് പോയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത് നമ്മുടെ ടേൺ എപ്പോഴാണ് വരിക എന്നൊരു ഉദ്ദേശം, ഒരു ഐഡിയയും കിട്ടും. പിന്നെ വെയിറ്റിംഗ് ഏരിയയിലും വിരസത ഒഴിവാക്കാൻ വേണ്ടി അത്യാവശ്യമുള്ള സാഹചര്യങ്ങൾ, കുടിവെള്ളം, ശുദ്ധജലം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, കുട്ടികൾക്കുള്ള അല്പം കളിസ്ഥലം, ഇതൊക്കെ ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ ഹൃദയ സംബന്ധമായ വൈകല്യങ്ങളോടുകൂടി ജനിക്കുന്ന കുട്ടികൾക്ക് അടുത്തുള്ള പ്രൈവറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഓപ്പറേഷൻ ചെയ്യുന്നത് സർക്കാർ ചെലവിൽ ചെയ്യാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിൽ വലിയ നേട്ടങ്ങൾ വന്നിട്ടുള്ള ഹെൽത്ത് കെയർ സെക്ടറിലാണ്. സാധാരണക്കാരന് വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻലി പോളിസീസും ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അപ്ലിഫ്റ്റ്മെൻറ്റും വന്നിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സിനെ എല്ലാവരെയും കൂടി ഒരുമിച്ച് ഇരുത്തി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള ഗവൺമെൻറ് സൈറ്റ് വന്നിട്ടുണ്ട്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എക്യുപ്മെൻറ്റ് ഒരുപാട് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ആ എക്യുപ്മെൻറ്റ് പലപ്പോഴും ഒരു 2 വർഷം 3 വർഷം കഴിയുമ്പോൾ പ്രോബ്ലംസ് വരുന്നുണ്ട്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇന്ന് മെഡിക്കൽ കോളേജുകളിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിന് ഒരു ഗ്രൂപ്പ് ഗവൺമെൻറ് ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ കീഴിൽ കൊണ്ടുവരണം. കാരണം അത് വന്നാൽ മാത്രമേ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് വരുള്ളൂ. അത് തുടങ്ങിയിട്ടുണ്ട് ചെറിയ, പക്ഷേ അൺലെസ് ഇറ്റ് ഇസ് ലാർജ്. അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വെന്റിലേറ്റർ ഉണ്ട്, വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ല. അവിടെ ഒരു രോഗി വരുന്നു, ആ രോഗി ബുദ്ധിമുട്ട് വരും. ഇവിടെ എക്യുപ്മെൻറ്റ്, അപ്പോൾ ആ ഒരു രീതിയിൽ ഈ എക്യുപ്മെൻ്റ് കസ്റ്റഡി ഡോക്ടറിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ല, ബയോമെഡിക്കൽ എഞ്ചിനീയറിൻ്റെ കീഴിലാണ്. അപ്പോൾ അവർക്ക് എവിടെയാണ് ഫ്രീ ആയിട്ട് ഇരിക്കുന്നുള്ളത് മനസ്സിലാക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെയാണ് ഈ ഹെൽത്ത് പ്രോഗ്രാം, ഗവൺമെൻറ് ഈ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ ഹൈ ആയിരിക്കും. കാരണം ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിലുള്ളൊരു അല്ലെങ്കിൽ ഒരു ആശാ വർക്കർ കണ്ട ഒരു രോഗി മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഇപ്പോൾ പോകുന്ന ഈ പഴയ തുണ്ട് പേപ്പർ കൊണ്ടുപോകുന്നതിനേക്കാളും വളരെ ക്വിക്കായിട്ട് അത് വരികയും ചെയ്യും. വളരെ ഹൈ ഇമ്പാക്റ്റുമായിരിക്കും ആ പ്രോഗ്രാം. അത് വളരെ നന്നായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇവിടെ എത്തിയിരിക്കുന്നവരിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, നെടുമ്പന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുണ്ട്. അദ്ദേഹം 100% പദ്ധതി നിർവഹണമൊക്കെ നടത്തിയ പഞ്ചായത്ത്. പ്രാഥമിക ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ ആർദ്രം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെയൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ആർദ്രം പദ്ധതിയുടെ ഭാഗമായി എൻ്റെ പഞ്ചായത്തിൽ ഒരു CHC നിലവിലുണ്ട്. ഇപ്പോൾ CHC ആണെങ്കിൽ പോലും അവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചുമതലയിൽ അധികം ഡോക്ടർമാരുടെയും ജീവനക്കാരെയും പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് നിശ്ചയിച്ച് അവിടെ ഇപ്പോൾ 6 മണി വരെ OP സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ പ്രത്യേക പദ്ധതിയിൽ ആ സ്ഥാപനം മികച്ച നിലയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്.
ഇപ്പോൾ രോഗികൾ ഒരു ഗ്രാമീണ പ്രദേശമാണ്, തൊഴിലാളികൾ അധിവസിക്കുന്ന സ്ഥലം എന്നുള്ള നിലയിൽ 6 മണി വരെ OP കിട്ടിയത് തന്നെ ഏറ്റവും ജനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സേവനമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പം സ്റ്റാഫ് പാറ്റേണുകൾ പല ആശുപത്രികളിലും പഴയതാണ് നിലനിൽക്കുന്നത്. പല ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ഒക്കെ സർക്കാർ ഇപ്പോൾ അതിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ വലിയ രീതിയിൽ പോസ്റ്റ് ക്രിയേഷനൊക്കെ വേണ്ടി വരും ഇനി. അത് വലിയൊരു സാമ്പത്തിക ബാധ്യതയും സർക്കാരിൻ്റെ മുന്നിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഒരു വെല്ലുവിളിയാണ് സർ? അത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ചാലൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ നല്ല രീതിയിൽ തസ്തികകൾ അനുവദിക്കുന്ന നിലയാണ് ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ളത്. അനുവദിച്ച തസ്തികകളിൽ ഏറിയ കൂറും ആരോഗ്യത്തിലുമാണ്, ആരോഗ്യരംഗത്താണ് നല്ല തോതിൽ തസ്തികകൾ അനുവദിച്ചിട്ടുള്ളത്. അത് തുടരണം എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ആക്കുന്നതിൻ്റെ ഭാഗമായി വന്ന പുതിയ തസ്തികകളുണ്ട്. ഈ വർഷം അത് തുടരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തസ്തിക പുതുതായിട്ട് അനുവദിക്കേണ്ടതായിട്ട് വരും. അത് ആ നിലക്ക് തന്നെയാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട CM, നമ്മൾ ലൈഫ് മിഷനിലേക്ക് പോകുമ്പോൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി. ഇപ്പോൾ അത് ഏത് ഘട്ടത്തിലാണ്? ലൈഫ് മിഷൻ്റെ ഭാഗമായി നമ്മുടെ വീട് സ്വന്തമായി നിർമ്മിക്കാൻ ശേഷിയില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയാണത്. ഇതിൽ ആദ്യം പൂർത്തിയാക്കാൻ നോക്കിയത് നേരത്തെ വിവിധ പദ്ധതികളിൽ വീട് നിർമ്മാണം ആരംഭിച്ചു, പകുതിക്ക് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്നു. അത് പൂർത്തിയാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അത് പൂർണ്ണമായില്ല. ഇടയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ചില പ്രശ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ചൊരു കാലതാമസം വന്നു. എന്നാൽ ഭൂരിഭാഗവും പൂർണ്ണമായി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഈ ഒരു ഘട്ടത്തിൽ പൂർത്തിയാക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അത് പൂർത്തിയാക്കുന്നതിന് വേറെ പ്രശ്നങ്ങളില്ല. രണ്ടാമത് ഉള്ള കാര്യം ഭൂമിയുണ്ട്, വീടില്ല. മൂന്നാമത്തത് വീടും ഭൂമിയുമില്ല. ഇത് രണ്ടും ഒന്നിച്ചെടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഗുണഭോക്താക്കളായിട്ടുള്ളവരെയെല്ലാം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ഇനി നീങ്ങാനാണ് പോകുന്നത്. 5 ലക്ഷത്തോളം വീടുകൾ വരും എല്ലാം കൂടി. ആ വീടുകൾ പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. വീടില്ലാത്തവരുടെ സ്വപ്നമാണ് ലൈഫിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ഒരു സ്റ്റോറി കാണാം. ഇത് വയനാട് ജില്ലയിലെ മൂപ്പേനാട് ആദിവാസി ഗ്രാമം. 2002 മുതൽ കൃഷിഭൂമിക്കും താമസയോഗ്യമായ സ്ഥലത്തിനുമായി കുടിൽ കെട്ടി സമരം ചെയ്യുകയായിരുന്നു ഇവിടുത്തെ ആദിവാസി ജനത. 2009 ഇടതുപക്ഷ സർക്കാർ ഇവർക്ക് ഭൂമി അനുവദിച്ചിരുന്നു. എന്നാൽ സ്വന്തമായി വീടെന്ന സ്വപ്നം പിന്നെയും ബാക്കിയായി. കേരളത്തിലെ ഭവനരഹിതരായ എല്ലാവർക്കും വീടൊരുക്കുന്ന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്കും വീടൊരുങ്ങുകയാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് സമരമൊക്കെ ചെയ്ത് ജയിലിലൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾക്ക് ഭൂമി കിട്ടിയതാണ്. കൈവശരേഖയായി. ഇപ്പോൾ ഭൂമി കിട്ടി കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് ഞങ്ങൾക്ക് വീട് അനുവദിച്ചു. പക്ഷേ വീട് പണി പൂർത്തിയാക്കാൻ കഴിയാണ്ട് കുറേ ദിവസം ഞങ്ങൾ കഷ്ടപ്പെട്ടു. അത് പൈസ തികഞ്ഞില്ല. അങ്ങനെ ഒരു ലൈഫിൻ്റെ ഒരു പദ്ധതി വന്നതുകൊണ്ട് ഒരു സമാധാനമായി. അതിൽ വീട് പണി ഉഷാറായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം പണി പൂർത്തിയായി. സന്തോഷമുണ്ട്. ഇതേ രീതിയിൽ ലൈഫ് പദ്ധതിയിലൂടെ സംസ്ഥാനത്താകെ നിർമ്മിക്കുന്ന 66,000 വീടുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 4 ലക്ഷം രൂപയാണ് ഒരു വീട് നിർമ്മിക്കാനായി പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. ലൈഫ് പദ്ധതിക്കായി ഹഡ്കോ 4000 കോടിയുടെ വായ്പ അനുവദിച്ചിട്ടുണ്ട്. ഹഡ്കോയുടെ വായ്പ ലഭിക്കുന്നതോടെ ഈ സാമ്പത്തിക വർഷം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന 1.25 ലക്ഷം വീടുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ സാധിക്കും. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത 10,000-കണക്കിന് ജീവിതങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. ഡോക്ടർ KM എബ്രഹാം, ഇതിൽ സർക്കാരിന്റെ മുന്നിലുള്ള വെല്ലുവിളി എന്താണ്? ഫിനാൻഷ്യലായിട്ടൊരു വലിയ ചലഞ്ചുണ്ട്.
പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഈ അടുത്തിടെ 2 ദിവസം മുന്നേ പത്രത്തിൽ വായിച്ച് കാണുമായിരിക്കും, ഹഡ്കോ വഴി നമുക്ക് ഒരു ലോൺ തരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്ത് ആ ലോണിൻ്റെ റീപേയ്മെൻറ്റ് ബഡ്ജറ്റിൽ നിന്ന് ഭാവിയിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. എല്ലാ പണവും ഒരു ദിവസം വേണ്ടാത്തതുകൊണ്ട് ഈ വർഷവും അടുത്ത വർഷവും അതിനടുത്ത വർഷവും ഈ 3 വർഷം കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത്രയും ഈ 5 ലക്ഷം വീട് നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിനൊരു പ്ലാനിങ് ആവശ്യമുണ്ട്. ഇതിന് നമ്മൾ കുറച്ച് ഫണ്ട്സ് സ്ഥിരമായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. അതിൻ്റെ റീപേയ്മെൻറ്റ് നമുക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഹഡ്കോ ഒരുവിധം കൺസെഷണലായിട്ട് നമുക്ക് ലോൺ എക്സ്റ്റെൻഡ് ചെയ്ത് വളരെയധികം പ്രതീക്ഷ നൽകുന്നു. കാരണം ഇനി നമുക്ക് അതുപോലെ മറ്റ് ഏജൻസി ബാങ്ക്സിൽ നിന്ന് ടേം ലോൺസ് എടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരു ചലഞ്ചാണ്, പക്ഷേ വളരെയധികം ഗവൺമെൻറ്റിന് ഇച്ഛാശക്തിയോടുകൂടി പെരുമാറി ചെയ്യാൻ പറ്റുന്ന ഒരു ചലഞ്ച് തന്നെയാണ്. ഡോക്ടർ ജയകുമാർ, ഈ ഫിനാൻഷ്യൽ ചലഞ്ചിൻ്റെ കാര്യമാണ് ഒരു കാര്യം. ഈ ഒരുപാട് മലയാളി സുമനസ്സുകൾ ഈ ലൈഫ് മിഷനിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്, സംഘടനകൾ, വ്യക്തികൾ. അതൊരു മുമ്പേ പറഞ്ഞതുപോലെ ഒരു വേവ് ഉണ്ട്. ഇവിടെ ഡോക്ടർ എബ്രഹാം പറഞ്ഞതിൻ്റെ മാക്രോ മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. പണം ഹഡ്കോയിൽ എവിടെ നിന്ന് വരുന്നു, പണം തിരിച്ചടയ്ക്കണം. പക്ഷേ സാർ, ഇതിൻ്റെ മൈക്രോ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ചില വീട്ടുകാരുമായിട്ടൊക്കെ ഇടപെടുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്, ഈ സമയത്ത് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുക, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ഈ നടപടിക്രമങ്ങളിലൊക്കെ തന്നെ സാർ ഇതിനകത്തൊരു മിഷൻ എന്നുള്ള നിലയ്ക്കുള്ള പുതിയ ഒരു ഇച്ഛാശക്തി അതിൻ്റെ മൈക്രോ ലെവൽ മാനേജ്മെൻറ്റിൽ വരണം. ഒരു ഡെഡിക്കേറ്റഡ് ടീം ഓഫ് ഓഫീസേഴ്സും ലോക്കൽ പഞ്ചായത്തുകളുമായിട്ടുള്ള ഒരു ടിപ്പിക്കൽ ഒരു സർക്കാർ രീതിയിൽ ഇത്. കാരണം വീട് പൊളിച്ചിടും, മഴയ്ക്ക് മുമ്പ് തീർക്കും, ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് പൊളിച്ചിടും. മഴ വരുമ്പോഴത്തേക്ക് ഇൻസ്റ്റാൾമെൻറ്റ് വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ഗുണത്തെക്കാളേറെ മനുഷ്യർക്കിടയിൽ വളരെ അപ്രീതി ഉണ്ടാവാനും ഇത് ഇടയാക്കാം. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചത് ഒരു മൈക്രോ മാനേജ്മെന്റ്, സൂക്ഷ്മതലത്തിൽ ലൈഫ് മിഷൻ കുറച്ചുകൂടി ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഇതിൽ ലൈഫ് മിഷൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നല്ല ജാഗ്രത പാലിച്ചു പോകണമെന്ന് പറഞ്ഞ അഭിപ്രായം ശരിയാണ്. അത് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല തരത്തിലുള്ള റിവ്യൂ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. എന്നാൽ കുറച്ചുകൂടി വേഗത ഉണ്ടാകേണ്ടതുണ്ടെന്ന് ഉള്ള അഭിപ്രായം പൂർണ്ണമായും ശരിയാണ്. ഈ ആദ്യഘട്ടം പൂർത്തിയാക്കേണ്ടിയിരുന്നത് ഓരോ പഞ്ചായത്തിലുമാണ്, പ്രാദേശികമായി ചെയ്യേണ്ടതായിരുന്നു. അതിനകത്ത് ചെറിയ കാലതാമസം വന്നത് ഈ ഇടയ്ക്ക് നമ്മളെ നോട്ട് നിരോധനം അതെല്ലാം ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളുണ്ടല്ലോ സാമ്പത്തിക രംഗത്ത്. അങ്ങനെ വന്നപ്പോൾ ചെറിയൊരു പ്രശ്നം അതിന് വന്നു. അതാണ് ഈ കാലതാമസത്തിനിടയാക്കിയത്. ഏതായാലും അത് പരിഹരിച്ച് പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് കാര്യങ്ങൾ ഭൂമിയുള്ള ആൾക്കാർക്ക് വീടിന് വായ്പ കൊടുക്കലാണ്. അതിൽ പ്രശ്നമില്ല. അത് നമുക്ക് ഇനി നടപടികൾ സ്വീകരിക്കാൻ പറ്റും. ഇപ്പം ഡോക്ടർ അബ്രഹാം പറഞ്ഞതുപോലെ നമുക്ക് പണവും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പണം തരാനും ആളുകൾ സന്നദ്ധതയുണ്ട്. പിന്നെയുള്ളത് ഈ ഭവന സമുച്ചയം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ ജില്ലയിലും ഓരോന്നെങ്കിലും പെട്ടെന്ന് തുടങ്ങണം എന്ന് കണ്ടിട്ടുണ്ട്. അതിന് ചില സ്ഥലങ്ങളും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. സ്ഥലം ആളുകൾ തരാൻ തയ്യാറാകുന്ന നിലയും വന്നിട്ടുണ്ട്. അതും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നത് തന്നെയാണ്. സർ, ലൈഫ് മിഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇതിൽ അവശരായ കലാകാരന്മാരെ കൂടി സ്പെഷ്യലി കൺസിഡർ ചെയ്യണം എന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതിൽ പെടും, പക്ഷേ വരുമാനം, മറ്റ് മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങളുടെ ഭാഗമായിട്ട് വരണം. അവശ കലാകാരന്മാരും ഇതിന് അർഹതയുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ പെടും, ഒരു പ്രശ്നവുമില്ല. തീരദേശത്തിൻ്റെ ഹൗസസ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സെസ്സിലെ സയൻറ്റിസ്റ്റുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഈ അടുത്തിടെ സെസ്സിലെ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, തീരത്ത് നിന്ന് 1 കിലോമീറ്ററെങ്കിലും ഉള്ളിലേക്ക് മാറ്റി വേണം. അത് നടക്കില്ലാത്ത കാര്യമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അവർ പറഞ്ഞത് തള്ളിക്കളയരുത്. എല്ലാ വർഷവും വീട് നഷ്ടപ്പെടുക, പുനരധിവാസ കേന്ദ്രത്തിൽ പോവുക, അങ്ങനെയുള്ളൊരു ഇതിൽ വരാതിരിക്കത്തക്ക രീതിയിൽ 1 കിലോമീറ്റർ എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ 200 മീറ്റർ എന്ന ഒരു നിയമം വെച്ചിരുന്നത് നമ്മൾ ലംഘിച്ചിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, അങ്ങനെയുള്ളവർക്കെല്ലാം പ്രത്യേകം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഭവന പദ്ധതികളുണ്ട്. മത്സ്യത്തൊഴിലാളികളിൽ പറഞ്ഞ കാര്യം, ഈ വേലിയേറ്റ സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിനുള്ള നടപടി ഇപ്പോൾ തന്നെ സർക്കാർ എടുത്തിട്ടുണ്ട്. അതായത് വേലിയേറ്റ സ്ഥലത്ത് വീടുള്ളവർക്ക് വലിയ പ്രശ്നം പലപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ അതിന് സർക്കാർ ഇപ്പോൾ ചെയ്തത്, അതിന് സ്ഥലവും വീടും വെക്കുന്നതിന് 10 ലക്ഷം രൂപ കൊടുക്കും.
അതിൽ സ്ഥലമെടുക്കാൻ 6 ലക്ഷം, വീടെടുക്കാൻ 4 ലക്ഷം. 4 ലക്ഷത്തിൻ്റെ വീടാണ് നമ്മളിപ്പോൾ പൊതുവിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വീടെടുക്കാൻ 4 ലക്ഷം. ഇതിന് നല്ല പ്രതികരണമാണ് പൊതുവേ. നല്ല രീതിയിൽ ആളുകൾ അതിന് തയ്യാറാകുന്നുണ്ട്. ഈ പറഞ്ഞ 1 കിലോമീറ്റർ അപ്പുറത്തൊന്നും ഒരു മത്സ്യത്തൊഴിലാളി പോകില്ല. കാരണം മത്സ്യത്തൊഴിലാളിക്ക് എപ്പോഴും കടലിൻ്റെ സ്പർശം നല്ലതുപോലെ വേണം. എന്നാൽ അത് കടലിന് തൊട്ടൊരുമി വേണ്ടാലും ദേശം ഇപ്പുറത്ത് മാറിയാകാലും. അതാണ് ഈ സ്ഥലം എടുക്കാൻ പറയുന്നത്. അതിനോട് നല്ല പ്രതികരണം പൊതുവിൽ വരുന്നുണ്ട്. ആ തരത്തിൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അത് നല്ല നിലക്ക് നടപ്പാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പ്രത്യേകം പണവും വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടാണ് ഈ വീടുകളെല്ലാം പൂർത്തിയാക്കുന്ന നടപടികൾ എടുക്കുക. ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി CMA ചർച്ചയിൽ പങ്കെടുത്തതിന്. ഓരോരുത്തരോടും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സഹകരിച്ചതിന്, ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഒപ്പം ഇവിടെ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ആശ്രയമില്ലാത്ത ജീവിതങ്ങൾക്ക് നിർലോഭമായ പിന്തുണ നൽകുകയാണ് ജനകീയ സർക്കാർ. വിരലനക്കങ്ങളിൽ മാത്രം ഒതുങ്ങിത്തീരുന്ന ജീവിതങ്ങളുണ്ട് കേരളത്തിലെ തോട്ടങ്ങളിൽ. അധികമാരും കയറി നോക്കാത്ത കേരളത്തിന്റെ ശക്തിയും സമ്പത്തുമായ തോട്ടം മേഖല. ഇന്ത്യയുടെ പ്ലാന്റേഷൻ മേഖലയുടെ 46% ഭൂപ്രദേശവും കേരളത്തിലാണ്. പ്രതിവർഷം 10,000 കോടിയുടെ വരുമാനവും 3.5 ലക്ഷം പേർ നേരിട്ട് തൊഴിൽ ചെയ്യുന്നതുമായ മേഖല. ആഗോളവൽക്കരണ നയങ്ങളുടെ ഫലമായി തകർച്ചയിലായ തോട്ടം മേഖലയുടെയും തൊഴിലാളികളുടെയും സമഗ്ര വികസനത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് സർക്കാർ. സംസ്ഥാനത്ത് നിലനിന്നിരുന്ന പ്ലാന്റേഷൻ ടാക്സ് പൂർണ്ണമായി ഒഴിവാക്കാനും തോട്ടം മേഖലയിൽ നിന്നുള്ള കാർഷിക ആദായ നികുതി ഈടാക്കുന്നത് മരവിപ്പിക്കാനും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളെ കെട്ടിട നികുതിയിൽ നിന്ന് ഒഴിവാക്കും. വാസയോഗ്യമല്ലാത്ത വീടുകൾ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയതായി നിർമ്മിച്ചു നൽകും. ഭവന നിർമ്മാണത്തിന്റെ 50% ചെലവ് സർക്കാരും 50% തോട്ടമുടമകളും നൽകും. വീട് വയ്ക്കാൻ ആവശ്യമായ സ്ഥലം സൗജന്യമായി നൽകുന്നതിനായി തോട്ടമുടമകളുമായി ഒരു കരാർ ഉടമ്പടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഉപേക്ഷിക്കപ്പെട്ടതും പ്രവർത്തനരഹിതവുമായ തോട്ടങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് അവയ്ക്ക് പ്രവർത്തിക്കാനുള്ള ധനസഹായം സർക്കാർ നൽകുകയോ ചെയ്യും. തോട്ടം തൊഴിലാളികൾക്ക് ESI സ്കീം ബാധകമാക്കുന്ന കാര്യം തൊഴിൽ വകുപ്പ് പരിഗണിക്കും. തൊഴിലാളികളുടെ വേതനം കാലോചിതമായി പരിഷ്കരിക്കും. നിലവിൽ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ 2500 രൂപ സീനിയർ ഏജായി ഈടാക്കുന്നുണ്ട്. റബ്ബറിന്റെ വില കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ സീനിയർ ഏജ് തുക പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. സമൂലമായ മാറ്റങ്ങളാണ് തോട്ടം മേഖലയ്ക്കായി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. അതിരുകളിൽ ഒതുങ്ങിയ അധ്വാനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായ പ്രവർത്തനങ്ങളാണ് അതിനായി സർക്കാർ ആവിഷ്കരിക്കുന്നത്. ലോകാംഗീകാരം നേടിയ കേരളത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ കുറ്റമറ്റതാക്കാനുള്ള നടപടികളാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന ജനപിന്തുണ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കും. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.